ഈശോയുടെ ആരോഗ്യരഹസ്യം അറിയണോ? ഈശോ ദൈവത്തനായിരുന്നു. എന്നാൽ ഈശോ മനുഷ്യനായിട്ടാണ് ഈ ലോകത്തിലൂടെ കടന്നുപോയത്. സുന്ദരനും ആരോഗ്യവാനുമായിരുന്നു ഈശോ. മനുഷ്യൻ്റെതായ എല്ലാവിധ ആരോഗ്യകാര്യങ്ങളിലും ഈശോ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പലരെയും രോഗികളാക്കി മാറ്റുന്നത് അവരുടെ അനാരോഗ്യകരമായ ഭക്ഷണരീതികളും മറ്റുമാണ്. ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിശുദ്ധിയും ബൈബിളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ. അതിൽ ആരോഗ്യകാര്യവും പെടും. ഇനി ഈശോ എന്തൊക്കെയാണ് ഭക്ഷിച്ചിരുന്നതെന്ന് നമുക്ക് നോക്കാം. നിരവധിയായ പഴങ്ങൾ, പച്ചക്കറികൾ ഒക്കെ ഈശോ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അത്തിപ്പഴം പെടുന്നുണ്ട്. അത്തിമരത്തെ ശപിച്ച സംഭവം നമുക്കറിവുള്ളതാണല്ലോ. മത്സ്യമായിരുന്നു ഈശോയുടെ മറ്റൊരു വിഭവം. നമ്മുടെ നാട്ടിലെ മത്തിയായിരുന്നു ഈശോയുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്ന്. ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് മത്തി എന്നറിയാമല്ലോ. അതുപോലെ തേനും മറ്റ് മധുരപദാർത്ഥങ്ങളും ഒക്കെ ഈശോയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാടായി വിശേഷിക്കപ്പെട്ടിരുന്ന ഈശോ കുഞ്ഞാടുകളുടെ ഇറച്ചി കഴിച്ചിരുന്നു. വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ ആരോഗ്യദായക ഭക്ഷണമാണല്ലോ ആട്ടിറച്ചി. ഒലിവ് ഓയിലും ക്രിസ്തു ഉപയോഗിച്ചിരുന്നു. മെഡിറ്ററേനിയൻ ഭക്ഷണക്രമത്തിലെ പ്രധാനപ്പെട്ട വിഭവമാണ് ഒലിവ് ഓയിൽ. അതുപോലെ വൈറ്റമിനുകളും മിനറലുകളും നാരുകളും ഒക്കെ അടങ്ങിയ ബ്രെഡും ഈശോയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈശോയുടെ ഭക്ഷണമേശയിൽ എല്ലാ ദിവസവും ബ്രെഡ് ഉണ്ടായിരുന്നു. ബാർലി ബ്രെഡായിരുന്നു അത്. മറ്റേതൊരു ബ്രെഡിനേക്കാളും ആരോഗ്യദായകമാണ് ബാർലി ബ്രെഡ്. കാനായിലെ കല്യാണ വീടും അന്ത്യത്താഴ വേളയും ഒക്കെ പറഞ്ഞു തരുന്നതാണ് വീഞ്ഞിൻ്റെ പ്രാധാന്യം. ഈശോ വീഞ്ഞും ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ആരോഗ്യപ്രദമായ ഭക്ഷണ രീതിയായിരുന്നു ഈശോ സ്വീകരിച്ചു പോന്നിരുന്നത്. അവിടുന്ന് നമ്മോട് പറയുന്നതും അതുതന്നെ. നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക.